സിവിൽ സർവീസ് പരീക്ഷാ ഫലം വന്നതോടെ റാങ്ക് നേട്ടത്തിന്റെ തിളക്കത്തിൽ എൻലൈറ്റ് IAS അക്കാദമി. ഇക്കൊല്ലം 34 വിദ്യാർത്ഥികളാണ് എൻലൈറ്റിൽ നിന്ന് റാങ്ക് പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷത്തിനിടെ 200-ലധികം ഉദ്യോഗാർത്ഥികളാണ് എൻലൈറ്റിലൂടെ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചത്. ഓൾ ഇന്ത്യ തലത്തിൽ 4ാമതെത്തിയ സിദ്ധാർത്ഥ രാമകൃഷ്ണനാണ് ഇക്കൊല്ലത്തെ റാങ്ക് പട്ടികയിൽ എൻലൈറ്റ് അക്കാദമിയുടെ ഏറ്റവും വലിയ നേട്ടം. 5 തവണ പരീക്ഷ എഴുതിയ സിദ്ധാർത്ഥ് 4 തവണയും റാങ്ക് പട്ടികയിൽ ഇടം നേടി. സിദ്ധാർത്ഥിന്റെ മുഴുവൻ പരിശീലനവും എൻലൈറ്റ് അക്കാദമിയുടെ കീഴിലായിരുന്നു. എൻലൈറ്റ് വളരെ ഫ്രണ്ട്ലി ആയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. എൻലൈറ്റിൽ പോകുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞാൻ ആക്ച്വലി എൻലൈറ്റ് ആദ്യം മഹേഷ് സാറിനെ കോണ്ടാക്ട് ചെയ്ത എൻ്റെ ഒരു കസിൻ ബ്രദർ വഴിയാണ്. അപ്പോൾ അവിടെ പോയ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ കസിൻ പറഞ്ഞിട്ട് അങ്ങനെ അറിഞ്ഞിട്ടാണ് അവിടെ കസിൻ്റെ ഫാമിലി എല്ലാവരും മഹേഷ് സാറിനെ ഭയങ്കര ഫാനാണ് എല്ലാവരും. അപ്പോൾ മഹേഷ് സാറിനെ പറഞ്ഞിട്ടാണ് അവിടെ പോയത്. അങ്ങനെ എൻലൈറ്റിൽ പൊതുവെ വളരെ കംഫർട്ടബിൾ ആയതാണ്. ഇപ്പോൾ എൻ്റെ ഇവിടെയുള്ള പലരും എൻലൈറ്റിൽ പഠിച്ചവരുണ്ട്. അപ്പോൾ ജനറലി കംഫർട്ടബിൾ ആയ ഒരു ഇതാണ്. പിന്നെ ഫ്രണ്ട്ലി ആണ്. കുറച്ച് ഒരു എന്താ പറയുക, അങ്ങനെ റിജിഡായ ഒരു സെറ്റപ്പ് അല്ല. കുറച്ചും കൂടെ ഞാനായാലും കുറച്ച് അങ്ങനെയൊക്കെയാണ്. പഠിതാക്കളെ കേന്ദ്രീകരിച്ചുള്ള പരിശീലന രീതിയാണ് എൻലൈറ്റ് അക്കാദമിയുടെ സവിശേഷത. 2016 തൊട്ട് എൻലൈറ്റ് വളരെ ഒറിജിനലായിട്ടുള്ള റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 200+ റിസൾട്ട്സ് നമുക്ക് ഈ വർഷം വരെ വന്നിട്ടുണ്ട്. 2023 റിസൾട്ട് നോക്കുവാണെങ്കിൽ 4ാം റാങ്കായിട്ടുള്ള സിദ്ധാർത്ഥ് രാംകുമാറാണ് ടോപ്പായിട്ട് വരുന്നിരിക്കുന്ന റാങ്ക്. പിന്നെ അർച്ചന PP ഉണ്ട് 40ാമത്തെ റാങ്ക്. അങ്ങനെ കുറേ റാങ്കുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ റാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു സ്റ്റഡി പെഡഗോഗി തന്നെ നമുക്കൊരു യുണീക്കായിട്ടാണ് നടക്കുന്നത്. സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിട്ടാണ് ഇവിടുത്തെ പഠന രീതി നടക്കുന്നത്. പ്രിസൈസായിട്ട് UPSC ഓറിയൻറ്റേഷനോടെ എന്താണ് UPSCക്ക് വേണ്ടത് അതാണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. ഇനി വരും വർഷങ്ങളിലും നമ്മൾ ഇതേ രീതിയിൽ തന്നെ നല്ല റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്യാനാണ് എൻലൈറ്റ് ആസ് എ ടീം. ഇത് ഒരാളുടെ എഫർട്ടല്ല, ഒരു എൻറ്റയർ ടീം എഫർട്ട് വെച്ചാണ് എൻലൈറ്റിൻ്റെ റിസൾട്ട്സ് വരുന്നത്. അപ്പോൾ എൻറ്റയർ ടീം ഇതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ റാങ്ക് നേട്ടം അക്കാദമി ഒരു കുടുംബം പോലെ ആഘോഷിക്കുകയാണ്. ഫൈനലി റിസൾട്ട് ആകുന്നതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതുമാത്രമല്ല എൻലൈറ്റ് ഫാമിലിയുടെ പാർട്ടായിട്ടാണ് ഇത്തവണ വന്നത്. ഒരുപാട് കൂടെ പഠിച്ചിരുന്ന ഫ്രണ്ട്സും ഒക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു എനിക്ക്. അപ്പോൾ അധികം സമയം ഉണ്ടായില്ല കൂടുതൽ മെറ്റീരിയൽസ് ഒക്കെ പഠിക്കാൻ. അപ്പോൾ ഫുൾ മെറ്റീരിയൽസ് ഇവിടുത്തെ തന്നെയാണ് പഠിച്ചത്. എസ്പെഷ്യലി മെയിൻസിൻ്റെ പ്രിലിംസിൻ്റെ റിസൾട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും ഓപ്ഷണൽ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആ 3 മാസത്തിൽ ഒരു 1.5 മാസത്തോളം ഫുൾ ഓപ്ഷണൽ സബ്ജക്റ്റ് മാത്രമേ പഠിച്ചുള്ളൂ. GS പേപ്പർ ഫുൾ ഇവിടുത്തെ ലാസ്റ്റ് ലാപ്പിൻ്റെ കീ മാത്രം കാണാതെ പഠിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ സാറുമാർ ലാസ്റ്റ് കുറേ ട്രിക്സ് ഒക്കെ പറഞ്ഞു തരും, സർവൈവൽ ടെക്നിക്സ് ഒക്കെ കുറേ പറഞ്ഞു തരുമായിരുന്നു. അതെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഞാൻ ലിസ്റ്റിൽ കയറിയത്. സ്വപ്നങ്ങൾ കൈവരിക്കും വരെ ഉയർച്ചയിലും താഴ്ചയിലും വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുക എന്നതാണ് എൻലൈറ്റിന്റെ ദൗത്യമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. മീഡിയ 1 തിരുവനന്തപുരം.